നമസ്കാരം. എൻട്രാക്കൾട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു പ്രസിദ്ധമായ ഒരു ഗ്രാമത്തിലാണ്. അതായത് വേലയ്ക്കൊക്കെ വളരെ പ്രത്യേകതകളുള്ള, അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുള്ള പാലക്കാടിലെ മറ്റൊരു സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് കണ്ണമ്പ്ര ദേശം. അതായത് ഈ വേലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ ആഘോഷങ്ങളെല്ലാം കൊണ്ടാടുന്നത് ജാതി മത വ്യത്യാസങ്ങളില്ലാതെയാണ്. അതുപോലെ ക്ഷേത്രങ്ങളിൽ തന്നെ ഓരോരുത്തരും പൂജ നടത്തുന്നുണ്ട്. അതായത് കാവുകളിലൊക്കെ ഓരോരുത്തരും സ്വന്തമായിട്ട്, അതായത് പുലയരും അതുപോലെ തന്നെ മണ്ണാന്മാരും അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അതുപോലെ തന്നെ നായന്മാരും അതുപോലെ വേറെ ജാതിയിൽപ്പെട്ട ആൾക്കാർ എല്ലാവർക്കും പ്രത്യേകമായിട്ട് അവർ പൂജകൾ നടത്തുകയും എല്ലാവരും ഒരു മനസ്സോടുകൂടി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ, ഒരു സുന്ദരമായ, ജാതി വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലമാണ് ഈ കണ്ണമ്പ്ര ദേശം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ദേശങ്ങൾ കൂടിയാണ് വേല നടത്തുന്നത്. ഈ വേലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം പാലക്കാട് ജില്ലയിലെ തന്നെ വേലകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് കണ്ണമ്പ്ര ദേശത്ത് നിന്നാണെന്ന് പറയുന്നത്. ഇവിടുത്തെ വേലയ്ക്ക് 1000 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പഴയ വഴിയെ പറഞ്ഞു തരാം. നമ്മുടെ പുറകിലുള്ളത് ഈ കണ്ണമ്പ്ര ദേശത്തുള്ള പ്രസിദ്ധമായ നായർ വീട് ക്ഷേത്രമാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്തുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കണ്ണമ്പ്ര പ്രദേശം. 29.72 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഇതിൻ്റെ അതിരുകളായിട്ട് വരുന്നത് വടക്ക് പുതുക്കോട്, കാവശ്ശേരി, തെക്ക് ഭാഗത്ത് കിഴക്കഞ്ചേരി, പാണഞ്ചേരി പഞ്ചായത്തുകൾ, അതുപോലെ കിഴക്ക് വശത്തായിട്ട് വടക്കഞ്ചേരി, മംഗലംപുഴ, പടിഞ്ഞാറ് പഴയന്നൂർ, പുതുക്കോട് ഈ പഞ്ചായത്തുകളാണ്. 1887 പ്രസിദ്ധീകരിച്ച വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ ഈ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നടുവട്ടം പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ കുതിരവട്ടം നായർക്ക് കാര്യമായ എതിർപ്പ് ഒന്നും ഇല്ലാതെ ഇരുന്ന ഒരു പ്രദേശമാണ് കണ്ണമ്പ്ര പ്രദേശം. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും ആദ്യം വേല തുടങ്ങിയ പ്രദേശമാണത്രേ കണ്ണമ്പ്ര. ഇതാണ് പ്രശസ്തമായ കണ്ണമ്പ്ര കാവ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ മകൾ എന്നാണ് വിശ്വാസം. ഇതിനെ ചുറ്റിപ്പറ്റി കുറേ ഐതിഹ്യങ്ങളുണ്ട്. ഒരു ഐതിഹ്യം പറയാം, വേണ്ടവർക്ക് കേൾക്കാം. ഈ കണ്ണമ്പ്ര കാവിനടുത്ത് താമസിച്ചിരുന്ന തണ്ടാനായ ഒരു വെളിച്ചപ്പാട് എല്ലാ വർഷവും കൊടുങ്ങല്ലൂർക്ക് പോകുമായിരുന്നു അത്രേ. പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ പോയി കൊടുങ്ങല്ലൂർ അമ്മയെ ദർശിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ഇരുന്ന് വ്യസനിച്ചു എന്നതാണ് ഐതിഹ്യം. അങ്ങനെ വ്യസനിച്ചിരിക്കുന്ന സമയത്ത് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, 10-12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി കുറച്ച് വെള്ളം ചോദിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം വെള്ളമൊക്കെ കൊടുത്തു, കുറച്ച് ഭക്ഷണം നൽകുന്നു. അതിനുശേഷം ആ സ്ത്രീ പറയുന്നു, എനിക്ക് ഇവിടെ താമസിക്കാനുള്ള കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞു. കണ്ണമ്പ്രക്കാവിന് അടുത്ത് തന്നെയാണ് കണ്ണമ്പ്ര നായർ വീടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഐതിഹ്യത്തിൽ ഈ പെൺകുട്ടി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം താമസിക്കാൻ സ്ഥലം ചോദിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു കണ്ണമ്പ്ര നായരുടെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയില്ല, അദ്ദേഹത്തിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണമ്പ്ര നായരുടെ അടുത്ത് ഈ പ്രശ്നം എത്തിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം ഒരു 10-12 വയസ്സായ ഒരു കുട്ടി എവിടുന്നോ വന്നു ഇവിടെ എത്തി എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് വന്ന് കാണുമ്പോൾ ഈ പെൺകുട്ടി അവിടെ തന്നെ ഇരിക്കുകയാണ്, ഈ ഒരു കട്ടിലിൽ ഇരിക്കുകയാണ് അത്രേ. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം കൊടുത്തപ്പോൾ അവിടെ ഒന്നും സമ്മതിച്ചില്ല, ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദേവിയുടെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്നാണ്. അത് കണ്ടതോട് കൂടിയിട്ട് അത് ഭഗവതിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത്ര ഇവിടെ കണ്ണമ്പ്ര കാവ് അവിടെ ഉണ്ടായത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണമ്പ്ര നായർ വീട് ക്ഷേത്രത്തിലേക്കാണ്. നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു വലിയൊരു പാടത്തിൻ്റെ തൊട്ടായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സ്വകാര്യ ക്ഷേത്രമാണ്. അപ്പോൾ വിശ്വനാഥ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കണ്ണമ്പ്ര നായന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ കണ്ണമ്പ്രയിലെ ഏവരും
സ്മരിക്കുന്ന ഒരു പേരാണ് കണ്ണമ്പ്ര യജമാനൻ എന്ന് വിളിക്കപ്പെടുന്ന ചാച്ചുണ്ണി നായർ. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പിതൃഭൂമിയായിട്ടുള്ള മഞ്ഞപ്പുറയിൽ ഒരു വീട്, പേര് പത്തായപ്പുര എന്നാണ്, അവിടെ അത് പണി കഴിപ്പിച്ച് അതിലാണ് താമസിച്ചിരുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇദ്ദേഹം ബ്രിട്ടീഷ് ഡിസ്ട്രിക്ട് കൗൺസിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ബോർഡിൽ മെമ്പറായിരുന്നിട്ട് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എല്ലാവിധ സഹായവും അദ്ദേഹം നൽകിയിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രവർത്തകരെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒളിച്ചു താമസിച്ചിരുന്നു എന്നതാണ്. അപ്പോൾ ഏവർക്കും എല്ലാവരുടെ ചെന്നാലും ആരുടെ ചെന്നാലും അക്കാലത്ത് ഈ കണ്ണമ്പ്ര യജമാനൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു അത്രേ. കുതിരവട്ടത്ത് നായര് ഈ പ്രദേശം ആക്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹം, അതായത് കണ്ണമ്പ്ര നായർ, വളരെ തന്ത്രപരമായിട്ടാണ് നേരിടുന്നത്. തൊട്ടപ്പുറത്തുള്ള കുനിശ്ശേരിയിൽ അതികഠിനമായിട്ടുള്ള എതിർപ്പ് നേരിട്ടപ്പോൾ ഈ പ്രദേശത്ത് കുതിരവട്ടത്ത് നായർക്ക് ഒരു പ്രതിരോധവും നേരിട്ടില്ല. അങ്ങനെ കണ്ണമ്പ്ര നായർ ഇവിടെ തന്ത്രപരമായിട്ടാണ് ഈ പ്രദേശങ്ങൾ കൈയടക്കി ഭരിച്ചിരുന്നത്. അപ്പോൾ ഒരേ സമയത്ത് പാലക്കാട് രാജാവിനോടും കൂറുണ്ടായിരുന്നു, അതേസമയം സാമൂതിരിയോടും കൂറുണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയിലാണ്, വളരെ തന്ത്രപരമായിട്ടാണ് ഈ പ്രദേശങ്ങളുടെ ജന്മിയായിട്ട് അദ്ദേഹം നിലനിന്നിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തിന്റെ അധിപരായപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് ഇത് പിന്നീട് ഇവർ തുടർന്നു പോകുന്നത്. അപ്പൊ ഇവരുടെ അനന്തരാവകാശികളെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ ചാച്ചുണ്ണി നായരുടെ അമ്മയുടെ പേര് കുട്ടിക്കാവ് അമ്മ നേത്യാരാണ്. 1761 മുതൽക്കുള്ള ചെറിയൊരു ചരിത്രം ലഭ്യമായ ചെറിയൊരു വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ, 1761 ജനിച്ച ഇട്ടാട്ടി അമ്മ നേത്യാരുടെ മകളാണ് 1800 ജനിച്ച ചെറിയ കുഞ്ഞി നേത്യാര്. അവരുടെ മകളാണ് വലിയ കുഞ്ഞിക്കുട്ടി നേത്യാര്. വലിയ കുഞ്ഞിക്കുട്ടി നേത്യാരുടെ മകളാണ് കുട്ടിക്കാവ് നേത്യാര്. കുട്ടിക്കാവ് നേത്യാറിന്റെ മകളാണ് കാവു അമ്മ നേത്യാര്. കാവു അമ്മ നേത്യാരുടെ മകളാണ് വീണ്ടും കുട്ടിക്കാവ് നേത്യാര്. ഈ കുട്ടിക്കാവ് നേത്യാരുടെ മകനായിരുന്നു ഈ ചാച്ചുണ്ണി നായർ. അതുപോലെ വേറൊരു സഹോദരി ഉണ്ട്, സുഭദ്രാവർമ്മ എന്ന് പറയും. സുഭദ്രാവർമ്മയുടെ മറ്റൊരു മകനുണ്ട്, രാംകുമാർ. അവരൊക്കെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. ആ രാംകുമാറിന്റെ ഒരു മകളുടെ ഡീറ്റെയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അമൃത എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ, അതായത് ചാച്ചുണ്ണി നായരുടെ ഇപ്പോഴത്തെ ആ പത്തായപ്പുരയിലുള്ള, ഇപ്പൊ അവിടെ ഒരു പ്രതിനിധി എന്നൊക്കെ പറയണത് ഇപ്പൊ മാതൃഭൂമിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ശ്രീ ഗോപാലകൃഷ്ണനുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മുന്നിൽ മനോഹരമായ പാടങ്ങളൊക്കെ ഉണ്ട്. വിഷു കഴിഞ്ഞ 41ാമത്തെ ദിവസമാണ്, അതായത് മെയ് മാസം 24, 25 ആ സമയത്താണ് ഈ കണ്ണമ്പ്ര ദേശത്തെ വേല നടക്കുന്നത്. അപ്പോൾ കണ്ണമ്പ്ര, ഋഷിനാരദ മംഗലം എന്നീ പ്രദേശത്തുള്ള 2 ദേശങ്ങൾ, ആ ഭാഗത്തൊക്കെ ഉള്ള എല്ലാവരും കൂടിയിട്ടാണ്, ഞാൻ നേരത്തെ കാണിച്ചു ഒരു വലിയൊരു പറമ്പ് കാണിച്ചു ആ കാവിൻ്റെ, അവിടെയാണ് ഇത് വേല കൂടാറുള്ളത്. ഇത് ഋഷിനാരദ മംഗലമാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഋഷിനാരദ മംഗലമാണ്. ഇതിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ഒരു അഗ്രഹാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉത്സവം വളരെ പ്രശസ്തിയുള്ള ഉത്സവമാണ്. ചക്കപ്പൂരം എന്നാണ് അറിയപ്പെടുക. ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ടുവന്ന് അവിടെ പണ്ട് കാലത്ത് വിൽക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ണമ്പ്ര വേല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഈ വേലയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കഴിയുമെങ്കിൽ. പാലക്കാട് ജില്ലയിൽ ഈ പ്രദേശത്തൊക്കെ കുമ്മാട്ടിക്കളി വളരെ പ്രശസ്തമാണ്. അതിനെക്കുറിച്ച് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാവിൽ പാങ്കളി, വള്ളിക്കളി, വള്ളി അറുത്ത കളി, ഏഴുകളി വട്ടം, ആൺകളി വട്ടം, പെൺകളി വട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കളികൾ ഇവിടെ നടക്കുന്നത്. അതുപോലെ പൊറാട്ട് നാടകങ്ങളുണ്ട്, പൊറോട്ടക്കളി എന്നൊക്കെ പറയും. അതുപോലെ പാവക്കൂത്ത്, അത് പുലയ സമുദായമാണ് പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കൂട്ടക്കളം, പന്തക്കളി, ഇത് മണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് അത് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കളം എഴുതാനും ഭഗവതി പാട്ട്, അതുപോലെ അതൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ചിലപ്പതികാരത്തിലെ കണ്ണകിയാണ് അതിലെ പ്രധാന കഥാപാത്രം. പാണ്ടിമേളം, ചണ്ടമേളമൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്ന മറ്റൊരു വാദ്യമുണ്ട്. അത് ഈഴവാദ്യം എന്നാണ് പറയുക. അതായത് ഈഴവ സമുദായം അവർ അവതരിപ്പിച്ചിരുന്ന ഒരു വാദ്യമാണ്. 2 ചെറു ചണ്ടകളും അതുപോലെ തന്നെ കുറുങ്കുഴലും ഇലത്താളവും ഉപയോഗിച്ചുള്ള ഒരു സംഗീതമാണ് ഈ ഈഴവാദ്യം. ഭഗവതി വാദ്യം എന്നും അറിയപ്പെടാറുണ്ട്. ഈ കാണുന്ന വീടാണ് പത്തായപ്പുര.
ഇപ്പോൾ KR മന റിസോർട്ട് എന്ന പേരിൽ പത്തായപ്പുര എന്നുള്ള പേര് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ ഗേറ്റിന് അപ്പുറത്തുള്ള വീടാണ്. ഞാൻ കുറച്ച് ദൂരത്തു നിന്നാണ് ഇത് കാണിക്കുന്നത്. അതിൻ്റെ അടുത്ത് കാണിക്കാം. മതിലിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ താമസക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടില്ല, അതുകൊണ്ടാണ് പുറത്തു നിന്ന് കാണിക്കുന്നത്. 4 കെട്ടാണ് ഈ വീട്. 1915-നും 1920-നും ഇടയ്ക്കാണ് ഈ പത്തായപ്പുര ഈ വീട് ചാച്ചുണ്ണി നായരുടെ ഭാര്യയുടെ സ്ഥലമാണ്, ഇവിടെ പിതൃഭൂമിയാണ്. അപ്പോൾ അവിടെ ഈ വീട് നിർമ്മിച്ചത്. ഈ പത്തായപ്പുരയ്ക്ക് വേറൊരു പേര് കൂടിയുണ്ട്, കോങ്ങാട് തറവാട് എന്ന പേരിലും അറിയപ്പെടും. അവരുടെ ഇപ്പോഴത്തെ തലമുറയിൽ പെട്ട അമ്മക്കുട്ടിയും അവരുടെ മക്കളൊക്കെ പാടുകൂടിയാണ് അത് പിന്നീട് KR ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത്. കണ്ണമ്പ്ര നായർ ആണത്രേ ആ കണ്ണമ്പ്ര കാവ് പണി കഴിപ്പിച്ചത്. ആ സ്ഥലമൊക്കെ കണ്ണമ്പ്ര നായർ കൊടുത്താണത്രേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശമൊക്കെ അവർക്ക് തന്നെ ആയിരിക്കും. അതുപോലെ ആ ക്ഷേത്രത്തിൽ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത, അല്ലെങ്കിൽ വായിച്ചറിഞ്ഞത്, അവിടെ ബ്രാഹ്മണ പൂജയില്ല അത്രേ. പിന്നെ നിത്യവും ചാന്താട്ടവും ഉണ്ട്. ചാന്താണത്രേ മുഖ്യ പ്രസാദം. ഈ ക്ഷേത്രത്തിന്റെ ആ പൂജയുടെ കാര്യത്തെ കുറിച്ചിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെയും ഞാൻ കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം, കണ്ണമ്പ്ര നായർ ആവേൻ സമുദായ അംഗവും കൂടിയിട്ട് കൊടുങ്ങല്ലൂർ ഭരണി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ ചൂടിയിരുന്ന ഓലക്കുടയ്ക്ക് ഭാരം വന്നു. അങ്ങനെ അത് പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ അതിൽ ദേവി സാന്നിധ്യം കണ്ടു. അങ്ങനെ ആവേൻ സമുദായക്കാരുടെ പിൻതലമുറക്കാരാണത്രേ ഇതിൻ്റെ പൂജാരിമാരെന്ന് വിശ്വസിക്കുന്നു. കണ്ണമ്പ്ര വേല കഴിഞ്ഞ് പിറ്റേ ദിവസം ശുദ്ധിക്ക് ശേഷം നട അടച്ച് 7 ദിവസം കഴിഞ്ഞിട്ടാണ് നട തുറക്കുക. അപ്പോൾ ഈ നാട്യ കൂറകളെല്ലാം പുഴക്കി മാറ്റും. ഋഷിനാരദ മംഗലം ദേശത്ത് അത് കഴിഞ്ഞ് വരുന്ന ഒരു ദിവസം നായർ സമുദായത്തിൻ്റെ വക മലമക്കളി, കന്യാർക്കളി, മലമക്കളി പറയുന്നത് വലിയ കന്യാർക്കളിയാണ്, അതുണ്ടാവും. അത് ദേശത്തെ ഒരു മണ്ണത്ത്, അതായത് ഋഷിനാരദ മംഗലം ദേശ മണ്ണത്ത് വെച്ചിട്ടാണ് ആ കളി ഉണ്ടാവുക. ഋഷിനാരദമംഗലത്ത് ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. അത് ആദ്യകാലങ്ങളിൽ ബ്രാഹ്മണരാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നത്. പിന്നീട് അത് കണ്ണമ്പ്ര നായരുടെ കയ്യിലേക്ക് വന്നു എന്നൊക്കെയാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ജാതിമത വ്യത്യാസമില്ലാതെ തങ്ങളുടേതായ സംഭാവന നൽകിയ ഒരു പ്രദേശത്തെ കുറിച്ച് ചെറിയൊരു വിവരണം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷം. വീണ്ടും അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.